നമ്മുടെ സിനിമാ നടൻ സലിമേട്ടന് വേണ്ടി സ്മാരകം പണിയാൻ വേണ്ടി 1 കോടി രൂപ അനുവദിച്ചു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാർ പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് അപ്പിടാൻ വേണ്ടി എന്തിനാണ് ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാൻ എന്ന് പറഞ്ഞ കുറേ നെഗറ്റീവ് കമന്റുകൾ അടിമ കമ്മികൾ ഇട്ടിട്ടുണ്ട്. കുറേ പോസ്റ്റ് വീഡിയോസൊക്കെ അതിനെതിരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്മാരകം എന്ന് വെച്ചാൽ പ്രതിമ ഉണ്ടാക്കി വെക്കാനാണോ അദ്ദേഹം 1 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞ് അത് മാത്രമുള്ള വട്ടമല്ല സതീശ സാറിന്, മനസ്സിലായോ? സ്മാരകം എന്ന് വെച്ചാൽ മെമ്മോറിയൽ അല്ലെങ്കിൽ ക്യാൻവിൻ, ഒരു പക്ഷേ ലൈബ്രറി ആകാം. വിദ്യാർത്ഥികൾക്ക് പഠിച്ച് അറിവ് നേടാനുള്ള ഒരു ലൈബ്രറി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ, ടൂറിസ്റ്റ് പ്ലേസ് അതാവാം. അതും അല്ലെങ്കിൽ അഭിനയം പഠിക്കാനുള്ള എന്തെങ്കിലും സ്ഥാപനമാകാം. സ്മാരകം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീട് നിർമ്മിച്ചു കൊടുക്കലാവും, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെൻ്റർ ആവാം, എന്തും ആകാം. പക്ഷെ അദ്ദേഹം സതീശൻ പറഞ്ഞത് പ്രതിമ ഉണ്ടാക്കാൻ, കാക്കയ്ക്ക് അപ്പിടാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കാൻ 1 കോടി അനുവദിച്ചു നല്ല പറഞ്ഞ്. അദ്ദേഹം ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. 1 കോടി സ്മാരകം ഉണ്ടാക്കാൻ അനുവദിച്ചെന്ന് മാത്രം പറഞ്ഞിട്ട് അപ്പോഴേക്കും കുറേ അടിമ കമ്മികൾ അതിനെതിരെ കുറേ നെഗറ്റീവ് കമ്മികളായിട്ട് രംഗത്ത് വരുന്നു. ഇത് ഞാൻ പറഞ്ഞത് കാളെ പറ്റി നിൽക്കുമ്പോൾ തന്നെ കയറടക്കുന്ന ആൾക്കാരാണ് LDFിൻ്റെ പല നേതാക്കന്മാർ. അദ്ദേഹം ഒന്ന് ഭരിച്ചോട്ടെ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ജനങ്ങൾക്ക് ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹം പറയാറോ സംസാരിക്കാറോ ചെയ്യാറില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകരിക്കുന്ന രീതിയിൽ ആളെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അദ്ദേഹം ഒന്ന് ഭരിച്ചോട്ടെ നല്ല രീതിയിൽ. നമ്മുടെ സർക്കാരല്ലേ, നമ്മുടെ ആളല്ലേ സതീശ് സാറ്. അതുകൊണ്ട് ഒരാളും ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് നന്നായി ശ്രദ്ധിച്ച് 100 വട്ടം ആലോചിക്കുക അത് പറഞ്ഞത് എന്താണെന്നുള്ളത്. എന്നിട്ട് മാത്രം നിങ്ങളെ നെഗറ്റീവോ പോസ്റ്റോ കമൻ്റൊക്കെ തള്ളിക്കുക. അത് യാതൊരു കുഴപ്പമില്ല. സ്മാരകം എന്ന് വെച്ചാൽ പ്രതിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വെറുതെ 1 കോടി കൊടുക്കാൻ അദ്ദേഹം ഇതൊന്നുമല്ല, മനസ്സിലായില്ലേ? സ്മാരകം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈപ്പ് സംഭവം ആയിരിക്കാം കേട്ടോ. ഒരിക്കലും നമ്മുടെ സർക്കാർ കുറ്റം പറഞ്ഞ് നടക്കരുത്.